തീരദേശ പരിപാലന നിയമത്തിൽ ഇളവ് വരുത്തിയെങ്കിലും പാവറട്ടി പഞ്ചായത്തിലെ തീരദേശവാസികൾക്ക് പൂർണ്ണമായി ഗുണം ലഭിക്കില്ലെന്ന് ആശങ്ക. പാവറട്ടി പഞ്ചായത്തിലെ പെരിങ്ങാട് പുഴയോട് ചേർന്ന് കിടക്കുന്ന 234.18 ഏക്കർ പ്രദേശം സംരക്ഷിത വനമായി മാറ്റാനുള്ള വനംവകുപ്പിന്റെ കരട് വിജ്ഞാപനമാണ് തീരദേശവാസികളുടെ ആശങ്കയ്ക്ക് കാരണം. പുഴയുടെ അതിർത്തിയിൽ നിന്നും 100 മീറ്റർ അകലെ മാത്രം നിർമ്മാണം നടത്താൻ കഴിയുമായിരുന്ന CRZ 3 വിഭാഗത്തിലായിരുന്നു ഇതുവരെ. പാവറട്ടിക്ക് ഇളവ് ലഭിക്കുന്നതോടെ ഇത് 50 മീറ്ററായി ചുരുങ്ങുകയും കൂടുതൽ പേർക്ക് പ്രയോജനപ്പെടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ സംരക്ഷിത വനം കരട് വിജ്ഞാപനം നിലനിൽക്കുന്നതിനാൽ ഈ ഇളവ് കിട്ടില്ലെന്നും കൂടുതൽ നിയന്ത്രണം നേരിടേണ്ടി വരുന്ന കാറ്റഗറിയിലേക്ക് മാറുമെന്നുമാണ് വാദം. പുഴയെ സംരക്ഷിത വനമാക്കി മാറ്റാനുള്ള കരട് വിജ്ഞാപനം റദ്ദാക്കിയാൽ മാത്രമേ തീരദേശ പരിപാലന നിയമത്തിലെ ഇളവ് കൊണ്ട് പാവറട്ടി പഞ്ചായത്ത് നിവാസികൾക്ക് ഉപകരിക്കുമെന്ന് പാവറട്ടി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ OJ ഷാജൻ പറഞ്ഞു. പാവറട്ടിയുടെയും പരിസര പ്രദേശങ്ങളുടെയും തീരമേഖലയും അല്പം കരഭൂമിയും ചേർന്ന് 234 ഏക്കറോളം ഭൂമി, അത് പുഴ പുറമ്പോക്ക് അടക്കമുള്ള ഭൂമി കരട് വിജ്ഞാപനത്തിലൂടെ കണ്ടൽക്കാടായി പ്രഖ്യാപിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. കണ്ടൽക്കാട് എവിടെയാണോ അവസാനം നിൽക്കുന്നത് അവിടെ നിന്ന് 50 മീറ്റർ അളക്കുക എന്ന നടപടി സ്വീകരിക്കുമ്പോൾ ഒരുപാട് വീടുകൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ട് വരികയാണ്. വീട് പുനർനിർമ്മിക്കുന്നതിനോ അവരുടെ സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോ ഒന്നും കഴിയാത്ത തരത്തിലേക്ക് പാവറട്ടിയുടെ തീരമേഖല മാറുകയാണ്. കരട് വിജ്ഞാപനം പ്രാബല്യത്തിലായാൽ 50 മീറ്ററിൽ ബഫർ സോണായി പ്രഖ്യാപിക്കുകയും വീടുകളോ മറ്റു കെട്ടിടങ്ങളോ നിർമ്മിക്കാനോ പുതുക്കിപ്പണിയാനോ അനുവാദം ലഭിക്കില്ലെന്നും സ്ഥലം ഉപേക്ഷിച്ച് പോകുന്നവർക്ക് നഷ്ടപരിഹാരം ലഭിക്കാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നുമാണ് പറയുന്നത്. വനംവകുപ്പിന്റെ കരട് വിജ്ഞാപനം റദ്ദാക്കിയാൽ മാത്രമേ ഇളവ് പ്രയോജനപ്പെടുത്താൻ കഴിയൂവെന്ന് സമരരംഗത്തുള്ള തീരദേശ സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. TCV ന്യൂസ്, പാവറട്ടി.